ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ കോടതി സമൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. രാഹുൽ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് തന്നെയാണല്ലേ? രജനിയും ഇത് 2018 നടന്നിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഹുലിന് സമൻസ് വന്നിട്ടുള്ളത്. നേരത്തെ ഇതേ കേസിൽ തന്നെ ഇന്നലെ അതായത് ഡിസംബർ 16-ാം തീയതി കോടതിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയാണ് രാഹുലിന് നോട്ടീസ് അയച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഹാജരായില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത മാസം 6-ാം തീയതി അതായത് ജനുവരി മാസം 6-ാം തീയതി കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം 2018-ൽ നടന്നതാണ്. അതായത് അന്ന് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ, അദ്ദേഹം അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. അന്ന് BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായ്ക്കെതിരെ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ ഒരു റാലിയിൽ സംസാരിക്കുമ്പോഴാണ് അന്ന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന രാഹുൽ ഒരു പരാമർശം നടത്തിയത്. അതായത് BJP സത്യസന്ധതയെപ്പറ്റിയും അതല്ലെങ്കിൽ ആദർശ രാഷ്ട്രീയത്തെപ്പറ്റിയും ഒക്കെയാണ് BJP സംസാരിക്കുന്നത്. പക്ഷേ അവരുടെ പാർട്ടി അധ്യക്ഷൻ ഒരു കൊലക്കേസിലെ പ്രതിയാണ് എന്നൊരു പരാമർശം രാഹുൽ 2018-ൽ നടത്തിയിരുന്നു. നമുക്കറിയാം അമിത്ഷാ അത്തരം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടതായി ആർക്കും തന്നെ അറിയത്തില്ല. അതല്ലെങ്കിൽ ഗുജറാത്തിൽ ചില കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷിച്ച കേസിൽ കോടതി ക്ലീൻ ചീറ്റ് നൽകിയതാണ് എന്നതും വസ്തുതയാണ്. ഷെഹാബുദ്ദീൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള കേസുകളിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും കേസ് അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം അതിൽ ബന്ധമില്ല എന്നും അദ്ദേഹത്തിന് കോടതി ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അദ്ദേഹം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലാകുകയും ദേശീയ തലത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു എന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ രാഹുൽ പ്രസംഗിച്ചത് ഇപ്പോഴും അദ്ദേഹം കൊലക്കേസ് പ്രതിയാണ് എന്ന രീതിയിലുള്ള പ്രസംഗമാണ് രാഹുൽ 2018-ൽ നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് വിജയ് മിശ്ര എന്ന BJP നേതാവ് കോടതിയെ സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ജനുവരി മാസം 6-ാം തീയതി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് വയനാട് MP രാഹുലിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്.